പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിൽ മുടിഞ്ഞു മുണ്ടക്കോലെടുത്തു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. $1 ബില്യൺ വിദേശ നിക്ഷേപമാണ് അവിടെയുള്ള സകല രാജ്യങ്ങളും പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സഹായിക്കാൻ എത്തിയവർ തന്നെ പാകിസ്ഥാന്റെ നെറുകം തലക്കടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലെ വിദേശ നിക്ഷേപങ്ങൾ പിൻവലിച്ചാണ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇംഗ്ലണ്ടും UAE-യും അമേരിക്കയുമാണ് $1 ബില്യൺ നിക്ഷേപങ്ങൾ ഒറ്റയടിക്ക് പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് മേൽ 29% ഇറക്കുമതി തീരുവ കൂടി ചുമത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളായിരിക്കുകയാണ്. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് $1.163 ബില്യൺ വിദേശ നിക്ഷേപം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ $1.121 ബില്യൺ 2004 ജൂലൈ 1-നും 2025 മാർച്ച് 14-നും ഇടയിൽ പിൻവലിക്കപ്പെട്ടു. വെറും $42 മില്യൺ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ $710 മില്യൺ നിക്ഷേപിച്ച ഇംഗ്ലണ്ട് $625 മില്യൺ പിൻവലിച്ചത്. UAE-യും അമേരിക്കയും യഥാക്രമം $205 മില്യൺ $130 മില്യൺ പിൻവലിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന്റെ നെറുകം തലക്കിട്ടൊരു അടിയായി മാറി ഇതെന്നുള്ളതാണ്. ഓരോ വർഷവും പാകിസ്ഥാന് മേൽ അധിക ബാധ്യതയായി $25 ബില്യൺ ബാഹ്യ കടവും കുമിഞ്ഞു കൂടുകയാണ്. പാപ്പരത്വത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന രാജ്യം IMF-ൽ നിന്നും ധനസഹായം നേടുന്നതിനൊപ്പം ചൈന, UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി കടമെടുപ്പിനുള്ള സാധ്യതകൾക്കും ശ്രമിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയും കുറഞ്ഞ വളർച്ചാ സൂചകങ്ങളുമാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന പാക് വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.